പെർമിഷൻ ലെറ്റർ ഇട്ടിരിക്കുന്നു. എന്താ ഞാൻ കുട്ടീനെ എവിടെയോ പരിചയല്ലോ. താത്ത നിങ്ങളെ പേരെന്താ? ഇത് 500 5,000 കിട്ടാത്തോണ്ട് 500 തന്നതാണ്. ഫാത്തിമ ആമന. ഇതിലാരാ ഫാത്തിമാരാ? ഹായ് ഫ്രണ്ട്സ്, വീഡിയോ വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ, അപ്പം ഇന്ന് ഞങ്ങൾ ഒരു പ്രാങ്ക് വീഡിയോ ആയിട്ടാണ് ഗൈസ് ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്, ഒരു പ്രാങ്ക് വീഡിയോ ആയിട്ട്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് മുന്നേൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് പ്രാങ്ക് കൊടുക്കാൻ പോണത് അമ്മയ്ക്കാണ്. അപ്പം എന്താണ് പ്രാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വഴിയെ പറയാം ഗൈസ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഈ പ്രാങ്ക് അമ്മയ്ക്കാണ് നമ്മൾ കൊടുക്കാൻ പോണത്. ഞാനും മുന്നേയും കൂടിയാണ് കൊടുക്കാൻ പോണത് ഫ്രണ്ട്സ്. പപ്പയ്ക്ക് അറിയാം. പപ്പേനോട് ഞങ്ങൾ അവിടെ നിന്നുള്ള റിയാക്ഷൻ വീഡിയോ റിയാക്ഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ചെയ്യാൻ പോണത് പ്രാങ്ക്. ഞങ്ങൾ രണ്ടുപേരും കൂടെ പർദ്ദ ഇട്ടിട്ട് ഞങ്ങളെ കണ്ണ് മാത്രം കാണുന്ന രീതിയിൽ അമ്മേൻ്റെ അടുത്തേക്ക് ഒരു പേപ്പറുമായിട്ട് ചെല്ലും. എന്താ പേപ്പറിൽ എന്താ എഴുതിയിട്ടുള്ളത്? ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്, എനിക്ക് എന്തെങ്കിലും സഹായം വേണം, ഇത്ര പൈസ ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ചെല്ലും. അതിൻ്റെ അമ്മയുടെ റിയാക്ഷൻ വീഡിയോ ഒക്കെ പപ്പേനെ കൊണ്ട് ഞങ്ങൾ എടുപ്പിക്കുന്നതാണ്. അങ്ങനെ ലാസ്റ്റ് കുറച്ച് ഷോ ഒക്കെ ഇറക്കിയിട്ട് ലാസ്റ്റ് ആയിരിക്കും ഞങ്ങൾ പറയുക ഇത് ഞങ്ങളാണ് എന്നുള്ളത്. അപ്പം ഞങ്ങൾ റെഡി ആവട്ടെ ഫ്രണ്ട്സ്. പർദ്ദയൊക്കെ വന്ന് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പർദ്ദ ഇട്ടിട്ട് കാണാം. അമ്മ അവിടെ ഉണ്ട്, പപ്പ അവിടെ ഉണ്ട് ഫ്രണ്ട്സ്. ഗൈസ് ഞാനതാ പർദ്ദയും മഫ്തയും ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ മൂക്ക് വരെ ഒന്ന് കവർ ചെയ്യണ്ട. പഞ്ചായത്ത് പെർമിഷൻ ഫ്രണ്ട്സ്, പഞ്ചായത്തിൻ്റെ പെർമിഷൻ ലെറ്റർ ഇട്ടിരിക്കുന്നു. എന്താണ് എന്താണ് പഞ്ചായത്തിനാണോ? ഞാൻ കുട്ടീനെ എവിടെയോ പരിചയല്ലോ. താത്ത നിങ്ങളെ പേരെന്താ? കത്തുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് പൈസയൊക്കെയാണ്. 500 ഇത് 500. 5,000 കിട്ടാത്തോണ്ട് 500 തന്നതാണ്. സുഹൃത്തെ, ഞങ്ങൾ പാലക്കാട് നിന്ന് വന്ന നിർത്തനായ വിദ്യാർത്ഥികളെ പഠനാവശ്യത്തിനായി 5,000 നിർത്താൻ കഴിയണം. പക്ഷെ ഇന്ന് ഫാത്തിമ ആമന. ഇതിലാരാ ഫാത്തിമാരാ? കേറി വരി, കുട്ടീനെ കണ്ണിട്ട് കേറി വരി. പൈസ തരവാ വരി. കഷ്ടപ്പെട്ട് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് ഞങ്ങള്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് മുന്നേന്റെ ഉമ്മാന്റെ ഐഡിയ. എന്റെ ഐഡിയ പോയി, നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ. അല്ല, സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ല എന്താ താത്താന്നല്ലേ ഞാൻ ചോദിച്ചത്. പിന്നെ വീഡിയോ എടുത്തപ്പോഴാണ് ചോദിച്ചേ. ചേട്ടൻ ക്യാമറ കൊണ്ട് വന്നപ്പോഴേക്കും മനസ്സിലായത്. ഞാൻ പുറകിലൊന്ന് മനസ്സിലാവില്ലേന്നു.
ഈ കണ്ണാണാത്ത ആൾക്കാരാണോ? ഞങ്ങളുണ്ടല്ലോ കണ്ണെഴുതിയിട്ട് നല്ല കണ്ണറിയാതെക്കാൻ വേണ്ടീട്ട് നല്ല ഇതാക്കി. പക്ഷെ കഴുകി കൊടുത്തിട്ട് പോകണ്ട. കേറി വാ. എനിക്ക് എപ്പോഴാ മനസ്സിലായി? മനസ്സിലായത് ഞാൻ ഒന്ന് ചേട്ടായി ക്യാമറ ആയിട്ട് വന്നപ്പോ ഞാൻ ബാക്കിന്നാണല്ലോ ക്യാമറ എടുത്ത്. അല്ല ഞാൻ തിരിഞ്ഞു. ഇവരൊക്കെ അറിയില്ല എന്ന് പറയാൻ വേണ്ടി തിരിഞ്ഞതാണ്. അപ്പണ്ട് ചേട്ടായി ക്യാമറ രണ്ടാളും ആണോ? അല്ലേ ഞാൻ ആദ്യം പറഞ്ഞു താത്ത കേറി. താത്ത എന്താ താത്ത ഇത് പൈസ കണ്ടപ്പോ എനിക്ക് തോന്നുന്നു നോട്ടീസ് അടിക്കാത്തോണ്ടല്ലേ. ഒരു താത്തമാരെ ഞങ്ങൾ പിരികൊക്കെ എഴുതിയിട്ടുണ്ടോ? കൊള്ളാലോ. ഞങ്ങളെ കണ്ണ് ഭയങ്കര അതേമാതിരി അടിയിലും മുകളിലൊക്കെ നല്ല കറുപ്പിച്ചെഴുതിന് അറിയാതെ. എന്തൊക്കെയെന്ന് അറിയോ? വീട്ടില് വന്നിട്ട് ഫോൺ തട്ടിപ്പറിച്ച് കൊണ്ടുപോണ മാതിരി. അപ്പം മുന്നേ അമ്മ പറഞ്ഞു അപ്പ അമ്മ കല്ലെടുത്ത് എറിയും. ഞമ്മക്ക് തിരിച്ച് പ്രാങ്കാവും പറഞ്ഞു. അതല്ലടി നിങ്ങൾ ആദ്യം എന്താന്നറിയ ചെയ്യേണ്ടത്? ഇങ്ങോട്ട് കേറി വരണം. ഇങ്ങോട്ട് കേറി വരണേന്നു റോട്ടുമ്പോ നിന്നിട്ടല്ല. പിന്നെ അതുമല്ല തലയും താത്തി പോവുക. അല്ല തലയും താത്തി പോവുക അല്ലേ? ഒരു കാര്യത്തിന് വരുമ്പോ ആദ്യം ഇങ്ങോട്ട് കേറി വന്ന് ചേച്ചിയെന്നൊക്കെ ഒന്ന് വിളിച്ച് കാര്യം. നിങ്ങളെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഫ്രണ്ട്സ് ദേവ് വേറൊരു രൂപത്തിലായിട്ടുണ്ട്. എന്താ പേര്? ഇതാരാ? ഞാൻ ആമിന. പാളിപ്പോയി ഫ്രണ്ട്സ്. പ്രാങ്ക് ഗോൺട്രോ രസല്ല. പ്രാങ്ക് പാളിപ്പോയി ഫ്രണ്ട്സ്. പക്ഷെ നല്ല രീതിക്ക് ഞങ്ങളൊന്നും കൂടെ പെർഫോം ചെയ്തിരുന്നെങ്കിൽ രസമാവുമായിരുന്നു. ഞാൻ പപ്പേനോട് അവിടെ ഞാൻ അമ്മ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ അമ്മ ഹായ് ഹായ് എന്ന് പറഞ്ഞില്ലേ? പപ്പേനോട് സംഭവം പറഞ്ഞോണ്ടിരിക്കണം. അമ്മ നോക്കണം ഒരു കാര്യം കേൾക്കണോ നിങ്ങൾക്ക്? ഞാൻ അവിടെ പറത്തിട്ടിട്ട് ഞങ്ങൾ സൈഡിൽ കൂടെ കോണി കേറിയിട്ട് ഓടിയത് ഞങ്ങള്. മറ്റേ ചേട്ടന്മാര് ഞങ്ങളെ തിരുന്നോട്ടോ. പിന്നല്ലോ ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ വന്നിട്ട് ദേവോ ദിയാ വിളിക്കണത്. മണ്ടേന്റെ അടി കൂടെ ഇറങ്ങിയോണ്ട് അപ്പണ്ട് മുമ്പിൽ ആട്ട. ഇവിടെ അമ്മ ഫുള്ള് സപ്പോർട്ടിന്. എവിടെ ഇത് എവിടെയാന്ന് എനിക്ക് മനസ്സിലായത്. എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ അതാ ചോദിച്ചത് എന്താ താത്താന്ന് ചോദിച്ചില്ലേ. പിന്നെ എനിക്ക് മനസ്സിലായതേ ഞാന് ചേട്ടാ എനിക്കറിയില്ല വരെയെന്ന് പറയാൻ വേണ്ടി തിരിഞ്ഞപ്പണ്ട് പപ്പ ഫോണുമായിട്ട് ഇങ്ങനെ നിക്കണ്. അപ്പക്ക് മനസ്സിലായി എന്ത് സംഭവം ഉണ്ട്. വിചാരിച്ചത് അപ്പൊ ചേട്ടാ ഈ ഫോൺ എടുക്കാൻ സാഹചര്യം എന്താ? എന്നോട് പറഞ്ഞു ഇങ്ങനെ കാണിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു പോരെന്തായാലും അങ്ങോട്ട് ആവൂല പറഞ്ഞില്ലേ ഞാൻ. അപ്പൊ പറഞ്ഞല്ലോ അങ്ങോട്ട് തന്നെയാണ് പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ കാണിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി പ്രാങ്കിണ്ടായിരുന്നു. ഒരു അറബിയുടെ ലുക്കില്ലേ? സലാം സലാം. ഞങ്ങളുണ്ടല്ലോ കൈ അറിയാതൊക്കെ വേണ്ടി ഇതൊക്കെ ഇട്ടേന്നു കണ്ടേന്നോ? അല്ലെങ്കിൽ അറിയില്ലേന്നു. ഇല്ലേ മുന്നേ എനിക്കറിയില്ലേന്നു. പക്ഷെ മുന്നേ കണ്ണുണ്ടാ മനസ്സിലാവും. ഇല്ലല്ലല്ല മനസ്സിലായില്ലോ. ഇന്റെ തീരെ മനസ്സിലായിണ്ടാവൂല. ദേവുന്റെ മനസ്സിലായില്ല. ഒന്നും മനസ്സിലായില്ല. അതായത് കാഴ്ചയില്ലാത്ത രണ്ടാൾക്കാര് പോണം. എനിക്ക് തോന്നിയത് കാഴ്ചയില്ലാത്ത രണ്ടുപേര് നടന്നു പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെയല്ല നിങ്ങൾ നടത്ത അങ്ങനെയൊന്നും. ഒരു സൈഡിക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്ക. റോഡ് അറിയാതെ നമ്മളൊരു സൈഡിക്ക് ഇങ്ങനെ പോവല്ലോ അതേപോലെ പോകണ്ടേന്നു. എന്തായാലും പോയി എല്ലാ പ്രാങ്കും ഇപ്പം എന്താ പറയാ സക്സസ് ആവണമെന്നില്ലല്ലോ. ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ പ്രാങ്ക് സക്സസ്ഫുള്ളി ഫെയിൽ ആയിരിക്കുന്നു. അപ്പം ആകെ പാളിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഫാൾട്ട് അല്ല ഗൈസ്. ഇത് ഒബ്വിയസ്ലി പപ്പേന്റെ ഫാൾട്ടാണ്. പപ്പ വീഡിയോ കൊണ്ട് ചിരിച്ചു വന്നപ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി ഇത് ഞങ്ങളാണെന്ന്. ഞങ്ങൾ കഷ്ടപ്പെട്ട് കണ്ണൊക്കെ എഴുതി പുറകെ കൂടെ ഓടി മതില് ചാടി ഓടുന്നത് കണ്ടിട്ട് ആ ചേട്ടന്മാര് വരെ പേടിച്ചു പോയി ഗൈസ്. പണിയെടുത്തോണ്ടിരിക്കുന്ന ചേട്ടന്മാര് ഈ മതില് ചാടി ഞങ്ങളുണ്ടല്ലോ മറ്റേ അവിടെ പണിയെടുക്കണ ചേട്ടന് ഇങ്ങനെ കളിച്ചോണ്ട് കേട്ടോ. രണ്ട് താത്തമാര് പറഞ്ഞിട്ട് ഓടി പറഞ്ഞിട്ട് മതിലാണ്. അതെ മതിൽ
അതില് അടി ഓടി. അമ്മ ഇപ്പൊ ഇവിടെ നിക്കാണ്. അമ്മേനെ ഇവളമ്മ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്യാ. അത് ശരി. ഞങ്ങള് അമ്മ ഇവിടെ വന്ന് ദേവോ തീയാന്ന് വിളിച്ചപ്പം ഞങ്ങളവിടെ കണ്ണെഴുതിക്കൊണ്ടിരിക്കാം. ഓടിക്കോടിക്കോടിക്കോ അമ്മ അവിടെ വന്ന് നിക്കണ്ട് പറഞ്ഞു. ഞങ്ങൾ എന്നിട്ട് അത് കൂടെ ഓടിയാ. ഒന്നും കണ്ടില്ല അല്ലേ? CCTV ഉണ്ടെങ്കിൽ അതെങ്കിലും റെക്കോർഡ് ചെയ്ത് കാണിച്ചിരുന്നു. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ വന്നിരിക്കും. എല്ലാവർക്കും ബൈ ബൈ. സൈനിങ് ഓഫ് ബൈ ആമിന, ഫാത്തിമ.